പെരുവണ്ണാമത്തെ വിശേഷങ്ങളിലാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും പ്രണയം തുടങ്ങുന്നത്. ഇവരുടെ പ്രണയം ഇങ്ങനെ നമുക്ക് വലിയ തലവേദനയായിരുന്നു. ഏത് നേരം നോക്കിയാലും ഇവരുടെ പ്രേമമാണ്. എപ്പോഴും ഞങ്ങൾ ജയറാമിനെ ഞാനിടക്കിടക്ക് ജയറാമിൻ്റെ അടുത്ത് ചൂടാവും ചെയ്യും, ജയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇതാ ഇന്നു മുതൽ, നാളെ മുതൽ, ഇതാ ഇന്നു മുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ മുതൽ ഇതാ ഇന്നു മുതൽ എന്ന് പറയുന്ന സിനിമയാണ്. അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, അതാണ് ഈ അനൗൺസ് ചെയ്യണത്. ഈ ഭക്തകുചേലക്ക് പകരം അന്ന് ഈ സെക്സ് പടങ്ങൾ വരുന്ന കാലം ഉണ്ടായിരുന്നില്ല. ഈ ബിറ്റൊക്കെ ആഡ് ചെയ്തിട്ട് തുണ്ട് പടം എന്ന് പറയില്ല നമ്മൾ, അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരു സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലമാണ്. ആ പടത്തിൻ്റെ പേര് ഭക്തരതി എന്നാണ്. ലേറ്റായിട്ട് വന്ന ആൾക്കാരെ നമുക്ക് വെക്കാൻ പറ്റില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കാറി കയറാൻ പോയി. പിന്നെ കുറേ അതിൻ്റെ ഒരു ദൈന്യത അങ്ങനെ പറയുമ്പോൾ ഒരു നമുക്കൊരു വിഷമം. കാരണം ഞാനും കടന്നു വന്ന് ഇങ്ങനത്തുള്ള വഴികളിൽ കൂടിയാണല്ലോ. അങ്ങനെ ആ വണ്ടിയിൽ ആ ചെറുപ്പക്കാരൻ കയറി. അതാണ് ലാൽ ജോസ്. ജയറാമിൻ്റെയും പാർവതിയുടെ ഷോട്ട് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രേം നസീറിൻ്റെയും ഷീലയുടെയും ഷോട്ടുകൾ വരും. ഇവരത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. നമസ്കാരം, എൻ്റെ സിനിമാ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ ഞാനും രഞ്ജിത്തും കൂടി ചെയ്ത ആദ്യത്തെ സിനിമയാണ്. അതേ വർഷം തന്നെ 1989 പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ റിലീസ് ചെയ്യുന്നത്. അതേ വർഷം തന്നെ ഞങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്തു. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ പോലെ തന്നെ ഗ്രാമീണ ജീവിതവും ഗ്രാമത്തിലെ കുറേ മനുഷ്യരുടെ കഥയുമായിട്ട് പ്രാദേശിക വാർത്തകൾ എന്ന സിനിമ പെരുവണ്ണാമത്തെ വിശേഷങ്ങൾക്ക് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത പടമാണത്. ഏകദേശം ആ സെയിം കാസ്റ്റ് തന്നെയാണ് കുറേ പേര് അതിൽ അഭിനയിച്ചത്. ഇപ്പോൾ ജയറാമും പാർവതി പ്രധാന വേഷങ്ങളിൽ, ഇന്നസെൻ്റ്, ജഗതി, മാമുക്കോയ, ശങ്കരാടിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അതേ കുതിരോട്ടം പപ്പു ആ സിനിമയിൽ അഭിനയിച്ച അതേ ആൾക്കാർ തന്നെ വീണ്ടും ഈ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുവണ്ണാമത്തെ വിശേഷങ്ങൾക്ക് ശേഷം പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ വലിയ ഹിറ്റാവുകയും ചെയ്തു. നന്നായിട്ട് ഓടിയൊരു സിനിമയാണ്. ആൾക്കാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നൊരു സിനിമയാണ്. അപ്പോൾ പ്രാദേശിക വാർത്തകൾ വരുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്നുള്ള രീതിയിലാണ് ആദ്യം ആ സിനിമയെ കണ്ടതെന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കഥയായിട്ട്, പെരുവണ്ണാമത്തെ വിശേഷങ്ങളുടെ കഥയായിട്ട് യാതൊരു ബന്ധം ഇല്ല ഈ പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കില്ല. എന്ന് മാത്രമല്ല, കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതെല്ലാം ഇവരാണെങ്കിലും കഥാപാത്രങ്ങൾക്കൊന്നും യാതൊരു സാമ്യമില്ലാത്ത രീതിയിൽ വേറൊരു ഭൂമികയിൽ നടക്കുന്ന, വേറൊരു ഗ്രാമത്തിൽ നടക്കുന്ന കാരിക്കേച്ചർ സ്വഭാവമുള്ള കുറേ മനുഷ്യരുടെ കഥയാണ്. പെരുവണ്ണാമത്തെ വിശേഷങ്ങളിലും ഇതേ കാരിക്കേച്ചർ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓരോ കഥാപാത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരു സ്പെസിമെനായിരുന്നു ആ ഗ്രാമത്തിൽ കാണാവുന്ന ഒരു സ്വഭാവമുള്ള. ഇപ്പോൾ ജഗതി പെരുവണ്ണാമത്തെ വിശേഷങ്ങളിൽ ചെയ്ത ക്യാരക്ടറാണെങ്കിലും ശരി, പപ്പുവേട്ടനായാലും അങ്ങനെ എല്ലാവരും, ഇന്നസെൻ്റ് ഏട്ടൻ, അതുപോലെ തന്നെയാണ് പ്രാദേശിക വാർത്തകളിലെയും. നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കണ്ടു പരിചയമുള്ള കുറേ മനുഷ്യരുടെ ജീവിതം നമ്മൾ സിനിമയാക്കുമ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം അതിൻ്റെ കഥ, രഞ്ജിത്ത് തന്നെയാണ് പ്രാദേശിക വാർത്തകളുടെയും തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അതേ കോമ്പിനേഷൻ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചൊരു കാര്യം വെച്ചാൽ അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ അതിൻ്റെ ഫണ്ണൊക്കെ നിലനിർത്തുന്ന കോമഡി മാക്സിമം ഉണ്ടാകുന്ന ഒരു സിനിമ. അന്നൊരു ട്രെൻഡ് അതായിരുന്നു. പ്രത്യേകിച്ചും ഗ്രാമീണ നിഷ്കളങ്കമായ ഗ്രാമവും അവിടുത്തെ ജനങ്ങളുടെ തമാശകളൊക്കെ നിറഞ്ഞ സിനിമകൾക്ക് ഒരു നല്ല ഓഡിയൻസിൻ്റെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ ഒരു ഗ്രാമത്തിൽ 2 കള്ളന്മാർ, ഈ കള്ളന്മാർ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാടുവിട്ട് പോയി. പിന്നെ അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ കള്ളന്മാർ തിരിച്ചു വന്ന് ആ ഗ്രാമത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കഥ. അപ്പോൾ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് നാട്ടുകാർ മുഴുവൻ തല്ലി ഓടിച്ചാണ്. അവർ തിരിച്ചു വന്നിട്ട് പിന്നെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം വീണ്ടും നാട്ടുകാർ അവരെ തല്ലി ഓടിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റായിരുന്നു ഞങ്ങൾ ആദ്യം ആലോചിച്ചത്. കാരണം അപ്പോൾ ഒരു ഫ്രെയിമുണ്ട് ഒരു കഥയിൽ, അതിലേക്ക് കഥ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ കള്ളൻ കൃഷ്ണനും കള്ളൻ കൊച്ചാപ്പിയും കെ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളാണ് ഈ കള്ളന്മാരായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അത് ജനാർദ്ദനൻ ചേട്ടനും CI പോളുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അപ്പോൾ പടം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഗ്രാമത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും കൂടി ഈ 2 പേരെ ഓടിച്ചിടുന്നു. 2 പേരും കൂടി ഒരു പുഴയിലെടുത്ത് ചാടുന്നു. അവിടെയാണ് നമ്മൾ ടൈറ്റിൽസ് തന്നെ തുടങ്ങുന്നത്. പടത്തിൻ്റെ എൻഡും അതേപോലെ ഒരു പുഴയിലേക്ക് ചാടുന്നു, പടം എൻഡ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്തത്. പിന്നീട് ഈ കള്ളൻ കൊച്ചാപ്പിയും കള്ളൻ കൃഷ്ണനും കൂടി ആദ്യം എടുത്ത് പുഴയിൽ ചാടിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളിടത്താണ് കഥ തുടങ്ങുന്നത്. അവിടെ നമ്മൾ കുറേ മനുഷ്യരെ നമ്മൾ ആദ്യം കാണിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു C ക്ലാസ് തിയേറ്റർ, നമുക്കറിയാം ഇന്നിപ്പോൾ നമുക്ക് പുതിയ ജനറേഷന് പരിചിതമില്ലാത്ത ഒരു കാര്യമാണ് ഈ C ക്ലാസ് തിയേറ്റർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കൊട്ടക എന്നാണ് ഇതിനെ പറഞ്ഞു തരുന്നത്. ഈ കൊട്ടകയിൽ സിനിമ കാണാത്തവർ ആരും ഉണ്ടാവില്ല ഞങ്ങളുടെ തലമുറയിൽ. എല്ലാവരും സിനിമ കണ്ട് വളർന്നത് അവിടെ നിന്നായിരിക്കും. ആ കൊട്ടകയിൽ ഞാനൊക്കെ അതിനെക്കുറിച്ച് പലയിടത്തും എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ പലപ്പോഴും ഓല ഷെഡുകളായിരിക്കും അത്. അതിൻ്റെ തറ ടിക്കറ്റ് ഉണ്ടാവും. സ്ക്രീനിൻ്റെ ഏറ്റവും മുമ്പിൽ തറയാണ്. എന്ന് വെച്ചാൽ മണൽ വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് സിനിമ കാണുക, തറയിൽ ഇരുന്നിട്ട് സിനിമ കാണുക. അതിന് തൊട്ട് ബാക്കിൽ ബെഞ്ചായിരിക്കും.
ബെഞ്ചിലിരുന്നിട്ട് സിനിമ കാണുക. അതിന് മേലെ ഈ മരക്കസേരകളായിരിക്കും. പിന്നെ ഏറ്റവും ബാക്കിൽ റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 സീറ്റോ 12 സീറ്റൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കുഷിനുള്ള മരക്കസേരകളായിട്ടുള്ള ഇതാണ് അന്നത്തെ തിയേറ്ററുകളുടെ മിക്കവാറും സ്വഭാവം. ഈ ഗ്രാമത്തിലുള്ള തിയേറ്റർ ബാൽക്കണി എന്ന് പറയുന്നത് വലിയ ലക്ഷറിയാണ് അന്ന്. അത് കുറച്ചും കൂടി ചെറിയ ടൗണിലുള്ള ഇതിലാണ്. അങ്ങനെ ഒരു C ക്ലാസ് തിയേറ്റർ, ഇതുപോലെ ഓല ടെൻ്റായിട്ടുള്ള തറയിലിരുന്ന് പടം കാണുന്ന ഒരു തിയേറ്ററിൽ ആ തിയേറ്റർ വിലയ്ക്ക് വാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ജയറാമിൻ്റെ ക്യാരക്ടർ ആ സിനിമയിലുള്ളത്. ഒരു ചെറിയ മുതലാളി, അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ മകനാണ്. ഇന്നസെൻ്റ് ഏട്ടൻ നാട്ടിൽ ഇങ്ങനെ ചെറിയ അത്യാവശ്യം കുനിഷ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരാളാണ്. ഒരു അച്ഛനും മകനും തമ്മിൽ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്മോൾ അടിക്കുന്ന ഒരാളാണ് ഈ അച്ഛൻ്റെ ക്യാരക്ടർ. അപ്പോൾ കള്ളുഷാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ ചാടി ഇറങ്ങുന്ന ആ സിനിമയിലൊക്കെ തന്നെ അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമാ തിയേറ്റർ വിലക്ക് വാങ്ങിച്ചിട്ട് ആ സിനിമാ തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ പടം ആരംഭിക്കുന്നത്. ആ ഉദ്ഘാടനം ഒരു വലിയ ഗ്രാമത്തിനെ സംബന്ധിച്ചോളം വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ഈ ജയറാമിൻ്റെ ക്യാരക്ടറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തങ്കു എന്ന് പറയുന്ന തങ്കച്ചൻ, ജഗതി ശ്രീകുമാർ ചെയ്ത ക്യാരക്ടർ. അയാൾക്കൊരു കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പ് നടത്തലാണ് അയാളുടെ മെയിൻ പരിപാടി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അയാളുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ മൈക്ക് അനൗൺസ്മെൻറ്റാണ്. അന്ന് അതും നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണാവുന്ന ഒരു ഇതാണ്. ഈ കാറിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഈ മൈക്ക് കെട്ടിയിട്ട് അനൗൺസ് ചെയ്ത് പോകാമെന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ സിനിമാ ടാക്കീസിലെ നോട്ടീസുകൾ ഇങ്ങനെ ഈ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ ഒരു പുതിയ പടം റിലീസ് ചെയ്യണമെങ്കിൽ നോട്ടീസ് വിതരണം ചെയ്യും. ഈ പടത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞ് അനൗൺസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒരു അനൗൺസർ ആ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരാളുമായിരിക്കും. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാവും. അതാണ് ജഗതി. അതിലിങ്ങനെ ആദ്യത്തെ പടം അനൗൺസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം നമ്മൾ കാണിക്കുന്നുണ്ട്. പിൽക്കാലത്ത് പിന്നെ വേറൊരു പടം അനൗൺസ് ചെയ്തിട്ട് പോകുന്ന വേറൊരു സീനിൽ വരുന്നുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഇതാ ഇന്നു മുതൽ, നാളെ മുതൽ, ഇതാ ഇന്നു മുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ മുതൽ ഇതാ ഇന്നു മുതൽ എന്ന് പറയുന്ന സിനിമയാണ്. അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. അതാണ് ഈ അനൗൺസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ചിരി പടർത്തിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് അന്ന് ഈ ഇന്നത്തെ പോലെ അല്ലല്ലോ, ഡിജിറ്റലല്ലോ, അന്ന് ഫിലിം പെട്ടിയാണ്. അപ്പോൾ ഈ ഫിലിം പെട്ടി അന്ന് വരാമെന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ചെറുപ്പകാലത്ത് ഈ ഫിലിം പെട്ടി വരെ പലപ്പോഴും ആദ്യത്തെ ഷോ മിക്കവാറും മാറ്റിനി ആയിരിക്കും ഫസ്റ്റ് ഷോ. ഈ മാറ്റിനിയുടെ സമയത്തൊക്കെ ആയിരിക്കും ഫിലിം പെട്ടി വരിക. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയുടെ സമയത്ത്. അപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ അയച്ച് ബസ്സിൽ കയറി അവിടെ നിന്ന് ചിലപ്പോൾ ടാക്സിയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പെട്ടി ഈ ടാക്സീസിലേക്ക് വരിക. അപ്പോൾ ഈ പെട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ മുഴുവൻ ക്ഷണിച്ചിട്ട് അന്ന് അനൗൺസ് ചെയ്തേക്കണ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാഗുറൽ ഫിലിം എന്ന് പറഞ്ഞാൽ ഭക്തകുചേല എന്ന് പറയുന്ന പടമാണ്. അന്നത്തെ പഴയ കാലത്തെ ഒരു ഭക്തിപ്പടമാണ്. അപ്പോൾ ആ ഭക്തിപ്പടം എന്നുള്ള രീതിയിൽ അവിടുത്തെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെളിച്ചപ്പാട്, കോതിലോടൊപ്പം അവരൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. പെട്ടി മാറിപ്പോയി. അന്ന് ഇത് ചിലപ്പോൾ സംഭവിക്കാവുന്നൊരു സാധനമാണ്. ഇന്നൊക്കെ നമുക്കത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ നിന്ന് പെട്ടി അയക്കും സിനിമയ്ക്ക്. അവർക്ക് 2-3 പടമൊക്കെ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പെട്ടി അയച്ചിട്ട് ഈ ഒരു തിയേറ്ററിലേക്ക് ഈ പെട്ടി കൊടുക്കാൻ പറയും, മറ്റേ തിയേറ്ററിലേക്ക് വേറെ പെട്ടി കൊടുക്കാൻ പറയും. അങ്ങനെ പെട്ടി അയച്ചിട്ട് ഈ പെട്ടി മാറിപ്പോകണമാണ് സംഭവം. ഇവിടെ പെട്ടി വരുമ്പോൾ എന്ന് വെച്ചാൽ സിനിമ ഈ ഭക്തകുചേലക്ക് പകരം അന്ന് ഈ സെക്സ് പടങ്ങൾ വരുന്ന കാലം ഉണ്ടായിരുന്നില്ല. ഈ ബിറ്റൊക്കെ ആഡ് ചെയ്തിട്ട് തുണ്ട് പടം എന്ന് പറയില്ല നമ്മൾ, അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരു സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലമാണ്. അങ്ങനത്തെ ഒരു സിനിമയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു രതിചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇവർ അനൗൺസ് ചെയ്തത് ഭക്തകുചേലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജഗതി അനൗൺസ് ചെയ്ത് പോയി. ആദ്യത്തെ ഷോയിൽ ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് ജയറാം ടെൻഷനായി, ജയറാമിൻ്റെ ക്യാരക്ടർ ഈ പടം മാറിപ്പോയി എന്നാണ്. അപ്പോൾ ജഗതി അവസാനം അനൗൺസ് ചെയ്യണതാണ്, നമ്മളിപ്പോൾ പടം റിലീസ് ചെയ്ത് പെട്ടി വന്നു, നമ്മൾ പടം കാണിക്കാം. പെട്ടി ലേറ്റായെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൻ്റെ അകത്ത് ഭയങ്കര ബഹളമൊക്കെയാണ്. ആ പടത്തിൻ്റെ പേര് ഭക്തരതി എന്നാണ്. അത് എഴുതി കാണിക്കുകയാണ് സ്ലൈഡ് വെച്ചിട്ട്. എന്നിട്ടാണ് പടം തുടങ്ങുന്നത്. അങ്ങനെ തിയേറ്ററിൽ കൂവലും ബഹളമൊക്കെ ഇട്ട് അങ്ങനെ പടം തുടങ്ങി പോകുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് കഥാപാത്രങ്ങളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വരുന്നത്. അതിൽ ഈ ഓപ്പറേറ്ററായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, എനിക്ക് മറക്കാൻ പറ്റാത്ത. മാമുക്കോയെ തന്നെ പറഞ്ഞിട്ട് മാമുക്കോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണെന്നുള്ളത്. ജബ്ബാർ എന്ന് വരെയായിട്ട് എറണാകുളത്ത് ഷെണായിസിലെ മെയിൻ ഓപ്പറേറ്ററായിരുന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. വലിയ വാചകം അടിച്ച് വരുന്ന ഒരാളാണ്. ഇയാൾ പിന്നീട് ഉണ്ടാക്കുന്ന ഒരുപാട് തമാശകളും പ്രശ്നങ്ങളൊക്കെ ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിലെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇപ്പോൾ പാർവതിയാണ് നായികയായിട്ട്, മല്ലിക എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ, ജയറാമിൻ്റെ ക്യാരക്ടർ കേശവനുണ്ണി എന്ന് പറഞ്ഞ ഇവർ തമ്മിൽ പ്രണയമാണ്. അത് ആ സിനിമയിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. പ്രേമത്തിൻ്റെ ഒരു ഇതിൽ പോയിട്ട് ഈ പ്രേമത്തിൻ്റെ ഭാഗത്ത് ആദ്യത്തെ ദിവസം പാർവതി ടിക്കറ്റ് എടുക്കാണ്ട് പടം കാണാൻ വേണ്ടി കയറുന്നതും പിടിക്കുന്നതും അങ്ങനെയുള്ള തമാശകളൊക്കെ ഉണ്ട്. ഈ പാർവതിയും കുറേ കുട്ടികളുണ്ട്. ഈ പാർവതി എന്ന് വെച്ചാൽ അത്യാവശ്യം കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. വേറൊരു ദിവസം ജയറാം പടം തുടങ്ങുന്നതിന് മുമ്പ് പാർവതി തിയേറ്ററിൽ ജയറാമിൻ്റെ ക്യാരക്ടർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് എല്ലാ ആൾക്കാരും ഷോ തുടങ്ങിയിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോ,
പാർവതിനെ തനിയെ സിനിമ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൻ്റെ അകത്ത് കയറ്റി നിന്നിട്ട് പടം ഇടും. ജയറാം തന്നെ ഇത് ചെയ്തിട്ട് പടം ഇടും. ഇത് പടം ഓർഡർ കണ്ടിട്ട് ഈ ഓപ്പറേറ്ററായിട്ടുള്ള മാമുക്കോയ വരുന്നു, ഞാനില്ലാണ്ട് ആരാ പടം ഓടിക്കുന്നതൊക്കെ ഇതിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പ്രൊജക്ടർ റൂമിലേക്ക് കയറി വന്നിട്ട് പുള്ളി നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ രണ്ടുപേരും സൂചിച്ചിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ഇത് വലിയ ഇഷ്യൂ ആക്കുന്നതും അതിനെ തുടർന്ന് നാട്ടിലുണ്ടാകുന്ന വലിയ കുണ്ടാമണ്ടികളാണ്. കാരണം രണ്ടുപേരെയും പ്രേമം പിടിച്ചു. അപ്പോൾ ഈ രണ്ട് പേരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ചെറിയ ഇതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർവതിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളൻ കൃഷ്ണൻ്റെ മോളാണ്. പണ്ട് നാട് വിട്ടുപോയ കള്ളകൃഷ്ണൻ്റെ മോളാണ്. അപ്പോൾ കള്ളകൃഷ്ണൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളി എന്നുള്ള രീതിയിലാണ് ഇവിടെയും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നസെൻറ്റിന് അത് വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥ, ഞാൻ കഥയുടെ ഡീറ്റെയിലേക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം ഇവരെ പ്രേമം ഇങ്ങനെ പ്രശ്നമായിരിക്കുന്ന സമയത്താണ് ഈ കള്ളൻ കൊച്ചാപ്പിയും കള്ളൻ കൃഷ്ണനും തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഇറങ്ങുകയാണ്. ഭയങ്കര വലിയൊരു കാറിൽ ഭയങ്കര റിച്ചായിട്ട് ഒരു പഴയ MGR പോലത്തെ തൊപ്പികളൊക്കെ വെച്ച് രണ്ടുപേരും കൂടി വന്നിറങ്ങുന്നു. പിന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഇഷ്യൂസാണ് ഇവരുണ്ടാക്കുന്ന. ആദ്യം വലിയ സ്നേഹത്തോടുകൂടി വന്ന ആൾക്കാർ പിന്നെ വേറെ ചില പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തെറ്റുന്നു. ഈ തെറ്റ് കഴിയുമ്പോൾ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പാവുന്നു, അടിയാവുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഭവം. ഇതിലേറ്റവും തമാശ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്ത് കോഴിക്കോടാണ്. കോഴിക്കോട് മാറാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു ഗ്രാമത്തിലൊക്കെയാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്രാമത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇന്നൊന്നും അങ്ങനത്തെ കാണാൻ കഴിയില്ല, അത്ര നാട്ടുവഴികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്, ചായക്കടയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഈ കള്ള് ഷാപ്പ് നടത്തുന്ന ആളാണ് ജഗതിയുടെ ക്യാരക്ടർ, ഈ തങ്കു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അയാൾ ഈ അനൗൺസ്മെൻറ്റും എല്ലാ സമയത്തും ഇതാണ്. അപ്പോൾ ഈ കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ അവിടെ വേറൊരു ക്യാരക്ടറുണ്ട്, ശങ്കരാടി ചേട്ടൻ്റെ. അത് മംഗലംജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, അത് ഗാന്ധിയനാണ് പുള്ളി. അപ്പോൾ ഈ മദ്യത്തിനെതിരെ സമരം ചെയ്യാനാണ്. ഈ കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ മംഗലംജിയും ഗ്രൂപ്പും വന്നിട്ട് സമരമാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഫണ്ടൊക്കെ ഉണ്ട്. മദ്യമേ വിഷമദ്യമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടറിലൂടെ ഇൻസിഡൻറ്റിലൂടെ കഥ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആ സിനിമയിൽ പ്രത്യേകിച്ച് പറയാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ കുതിരവട്ടം ക്യാരക്ടറുണ്ട് വെളിച്ചപ്പാട്. ഈ വെളിച്ചപ്പാടിന് പണ്ടൊരു പ്രേമമുണ്ട്, ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് പ്രേമമുണ്ട്. ആ പ്രേമത്തിലെ നായിക എന്ന് പറഞ്ഞാൽ ഫിലോമിന ചേച്ചിയുടെ ക്യാരക്ടറാണ്. ഫിലോമിന ചേച്ചി ആ നാട്ടിൽ പരദൂഷണമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സാധാരണ ഒരു ഗ്രാമത്തിലുള്ള ഈ പാർവതിയായിട്ട് സ്ഥിരം പാർവതിയൊക്കെ ഫിലോമിന ചേച്ചി കുറേ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കാനൊക്കെ നടക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പാർവതി കുട്ടികളൊക്കെ വന്ന് അത് മോഷ്ടിച്ചിട്ട് പോകും. ഇങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ പണ്ട് പപ്പുമായിട്ട് ഇവർക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ വഴിയിലൊക്കെ വെച്ചിട്ട് ഈ ഫിലോമിന ചേച്ചി നടന്നു വരും, ഈ കുതിരവട്ടം പപ്പു വെളിച്ചപ്പാട് നടന്നു വരുന്നുണ്ട്. ഒരു തടിപ്പാലമാണ്, അങ്ങനെ ഒരു തോടിന് കുറുകെ ഇട്ടേണ്ട തടിപ്പാലത്തിൻ്റെ മുകളിൽ രണ്ടുപേരും കയറുന്ന സമയത്ത് രണ്ടുപേരും കാണുമ്പോൾ സ്ട്രക്കാവും. അപ്പോൾ ഒരു മ്യൂസിക് വരും. ജോൺസൺ ആയിരുന്നു അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ലല്ലബി ടൈപ്പ് ഒരു ഹമ്മിങ് ആയിരുന്നു. ഈ ഹമ്മിങ് കേൾക്കുമ്പോൾ പെട്ടെന്ന് രണ്ടുപേരും മ്യൂസിക്കിൻ്റെ തൊട്ട് മുമ്പ് രണ്ടുപേരും സ്ട്രക്കാവും, മ്യൂസിക് വരും. കുറച്ച് നേരം ഇവർ നോക്കും, അവരുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ അവർ വരും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേർക്കും പിരിഞ്ഞു പോകും. ഇത് സിനിമയിൽ ഒരു 2-3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എവിടെ വെച്ച് ഇവർ കണ്ടുവിട്ടു ഈ മ്യൂസിക് വരുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളാരും വിചാരിച്ചില്ല ഇതൊരു ക്യാരക്ടറിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തു തന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ പല സീനിലും നിറയെ ചിരി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സീനിൽ ഇത് ഭയങ്കരമായിട്ട് ചിരി കിട്ടി എന്നുള്ളതാണ്. ഇന്നും നമുക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ക്ലിപ്പിങ്സിലൊക്കെ ഇത് ഈ വിഷ്വൽസ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ പല സീക്വൻസിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ചിരി കിട്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതുണ്ടായിരുന്നു. ഇപ്പോൾ പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ പോലെ തന്നെ ചിരിയിലൂടെ നമ്മൾ ഈ കഥ പറയാൻ ശ്രമിച്ച് ആ ചിരി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ മ്യൂസിക് ചെയ്ത ജോൺസനാണ്, പ്രാദേശിക വാർത്തകൾ. പെരുവണ്ണാമത്തെ വിശേഷങ്ങളുടെയും ജോൺസനായിരുന്നു. അപ്പോൾ ഈ പെരുവണ്ണാമത്തെ വിശേഷങ്ങളുടെ റീറെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഞങ്ങളതിൻ്റെ RRൊക്കെ നടക്കുന്ന സമയത്ത് രാജാമണിയാണ് അന്ന് ജോൺസൻ്റെ കൂടെ കണ്ടക്ട് ചെയ്യാനായിട്ട് ജോൺസൻ്റെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇതിൻ്റെ റീറെക്കോർഡിങ് നടക്കുന്ന സമയത്ത് രാജാമണി ഒരു ചെറുപ്പക്കാരനെ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവനിങ്ങനെ സിനിമ എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ വന്ന് താമസിക്കുകയാണ്, എനിക്ക് പരിചയമുള്ളൊരു പയ്യനാണ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അവന് സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കമ്പനി പറ്റിങ്ങി ഒന്ന് നിർത്തണം. ഞാൻ പറഞ്ഞു നോക്കാം, അടുത്ത പടം വരുമ്പോൾ വാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത പടം വരുമ്പോൾ വാന്ന് പറഞ്ഞു. ഈ പ്രാദേശിക വാർത്തകൾ തുടങ്ങണതിൻ്റെ സമയത്ത് ഞാൻ അവനോട് ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങണ ഇന്ന ദിവസമാണ്, കോഴിക്കോട് മഹാറാണിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. മഹാറാണിയാണ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് താമസിക്കുന്ന എല്ലാവരും, കോഴിക്കോടാണല്ലോ ലൊക്കേഷൻ. പക്ഷേ അന്ന് അയാൾ വന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം കാലത്ത് ഞാൻ ഷൂട്ടിങ്ങിന് രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ ഇയാൾ വരുന്നു. ഇയാൾ വന്നിട്ട് പറഞ്ഞു, സാറ് വരാൻ പറഞ്ഞിരുന്നു,
പെട്ടെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് ഇന്നലെയല്ലേ വരാൻ പറഞ്ഞത്, ഇന്നലെയല്ലേ ഷൂട്ടിങ് തുടങ്ങിയത്, നിങ്ങൾ ഇന്നലെ വരാൻ പറഞ്ഞിട്ട് എന്താ ഇന്നലെ വരായിരുന്നത്, ലേറ്റായിട്ട് വന്ന ആൾക്കാരെ നമുക്ക് വെക്കാൻ പറ്റില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കാറിൽ കയറാൻ പോയി. ഇയാൾ പുറകെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ പ്ലീസ് ഞാൻ ഇങ്ങനെ മദ്രാസിൽ നിന്ന് വരികയാണ് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ പുറപ്പെടാൻ പറ്റില്ല, എനിക്ക് ബസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ലേറ്റായെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ആളുടെ ഒരു ദൈന്യത അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം, കാരണം ഞാനും കടന്നു വന്ന് ഇങ്ങനത്തുള്ള വഴികളിൽ കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, ഇത് തൊട്ട് ബാക്കിൽ വേറെ വണ്ടി ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ആ വണ്ടിയിലാണ് പോകുന്നത്, ഞാനും ക്യാമറാമാനും ഞങ്ങൾ വേറെ ലൊക്കേഷൻ നോക്കിയിട്ട് പോകുള്ളൂ, അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയിൽ ആ ചെറുപ്പക്കാരൻ കയറി. അതാണ് ലാൽ ജോസ്. ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അങ്ങനെയാണ് ലാൽ ജോസ് സിനിമയിലേക്ക് വരുന്നത്. ലാലു വന്നു, ലൊക്കേഷനിൽ വന്നു. അന്ന് സലീം പടിയത്തും സൂര്യൻ കുരിശ്ശേരിയുമാണ് അസോസിയേറ്റ് ആയിട്ട്. പിന്നെ ഗോപിന്ന് വിളിക്കുന്നത് ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് വേറെ അസിസ്റ്റൻ്റ്, അദ്ദേഹം സ്കൂൾ മാഷായിരുന്നു. അതിൻ്റെ ഇടയിൽ പുള്ളി ലീവൊക്കെ എടുത്തിട്ട് സിനിമ ഷൂട്ടിങ്ങിൽ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്. ആ 3 പേരുണ്ടായിരുന്നു. 4ാമത്തെ ആളായിട്ടാണ് ലാൽ ജോസിനെ വെച്ചത്. ഷൂട്ടിംഗ് തുടങ്ങി ഒരു 2 ആഴ്ചയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗോപിനാഥിന് എന്തോ ലീവിൻ്റെ എന്തോ പ്രശ്നമായിട്ട് അയാൾക്ക് 4 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ബാക്കി സൂര്യനും സലീമും ഉള്ളൂ, പിന്നെ ലാൽ ജോസും ഉള്ളൂ. ഒരു ദിവസം സലീമിന് പനിയായിട്ട് സലീമിന് വരാൻ പറ്റിയില്ല. അപ്പോൾ സൂര്യനും ലാൽ ജോസുമാണ്. അതിൻ്റെ അടുത്ത ദിവസം സൂര്യനും പനി വന്നിട്ട് സൂര്യനും വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ലാൽ ജോസ് മാത്രമാണ് അസിസ്റ്റൻറ്റ്. ലാൽ ജോസാണ് ആദ്യമായിട്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യണം എൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ അപ്രൻറ്റീസ് എന്ന് പറയുന്ന രീതിയാണ്, കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ വൈകുന്നേരം അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാര്യം, വേറെ ആരുമില്ല, എന്ത് ചെയ്യുന്നു ചായ, എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ആ കണ്ടിന്യൂ നോക്കിയാൽ മതി. കണ്ടിന്യൂയൊക്കെ അപ്പോഴേക്കും അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ലാൽ ജോസ് വളരെ നന്നായിട്ട് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റ് പല അസിസ്റ്റൻസിലും കാണാത്തൊരു ക്വാളിറ്റിയാണ്. അത് ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യുന്ന ഒരാളിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റിയാണ്. പിന്നെ അന്ന് അത് കഴിഞ്ഞു അടുത്ത ദിവസം ഇവരൊക്കെ വന്ന് സലീമും സൂര്യനൊക്കെ വന്നു. തിരിച്ചങ്ങനെ ലാൽ ജോസ് പഴയ പോലെ ഏറ്റവും താഴത്തെ അസിസ്റ്റൻ്റായി. അങ്ങനെ അപ്പം ഞാൻ ലാൽ ജോസിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് കൊണ്ടുവന്നത്. അടുത്ത സിനിമയിൽ ഉണ്ടാവില്ല, വേറെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലാൽ ജോസ് നല്ലൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിനിമ തീർന്നപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, മദ്രാസിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ അവിടെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഡബ്ബിങ്ങിനും ഇതിനൊക്കെ ലാലു വന്നു. അപ്പോൾ പടം കഴിയാറായപ്പോൾ ഞാൻ ലാലുവിൻ്റെ അടുത്ത് പറഞ്ഞു, ലാലു എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് ലാലു പ്രതീക്ഷിച്ചില്ല, ഒരു സിനിമ എന്ന് പറഞ്ഞ് വന്ന ആളാണ്. അങ്ങനെ ലാൽ ജോസ് എൻ്റെ സ്ഥിരം അസിസ്റ്റൻ്റായിട്ട് മാറി. അതുപോലെ തന്നെയാണ് സാലു ജോർജ് എൻ്റെ ക്യാമറാമാനായിരുന്നു. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾക്കൊക്കെ വിപിൻ മോഹനാണ് ക്യാമറാമാനായിട്ട് എൻ്റെ പടങ്ങളിൽ വർക്ക് ചെയ്തത്. വിപിൻ മോഹനും എസ് കുമാറും ഒക്കെയാണ് ആ സമയത്ത് എൻ്റെ സിനിമകൾ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതിന് മുമ്പ്. അപ്പോൾ പ്രാദേശിക വാർത്തകൾ വന്ന സമയത്ത് വിപിൻ മോഹന് സത്യനന്ദിക്കാടിൻ്റെ ഏതൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റ് ക്ലാഷായി കഴിഞ്ഞപ്പോൾ വിപിൻ അതിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാലു ജോർജിനെ വിളിച്ചു. സാലു ജോർജ് വന്നു. സാലു ജോർജും ഞാനും കൂടി ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് പ്രാദേശിക വാർത്തകൾ. പിന്നെ എൻ്റെ ഏകദേശം ഒരു 10-12 സിനിമ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തത് സാലു ജോർജാണ്. അതിനുശേഷമാണ് പി സുകുമാർ പിന്നെ സ്ഥിരം ക്യാമറാമാനാവുന്നത്. അങ്ങനെ ഈ സിനിമകൾ ഓർക്കാൻ പറ്റുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ മിഴിനീർപ്പൂകൾ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സുണ്ട്. ശിവപ്രസാദും രാമപ്രസാദും എന്ന് പറഞ്ഞ് 2 ചെറുപ്പക്കാർ. ഞാൻ മിഴിനീർപ്പൂകൾ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവർ 2 പേരുമാണ് ഈ പ്രാദേശിക വാർത്തകളും പ്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രൽ പിക്ചേഴ്സാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് പാട്ടുകളില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വേറെ തമാശ. എൻ്റെ എല്ലാ സിനിമകളും നിറയെ പാട്ടുണ്ട്, എന്നാൽ 2 പാട്ടുണ്ട് താനും. ആ 2 പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പഴയ മലയാള പാട്ടുകൾ നമ്മൾ റീമിക്സ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഒരുപാട് സിനിമകളിൽ നമ്മൾ പഴയ പാട്ടുകൾ റീമിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു കോമൺ ഇതാണ്. അന്ന് ഞങ്ങൾ അത് ഈ സിനിമയിൽ പരീക്ഷിച്ചു എന്നുള്ളത്, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഉദാഹരണത്തിന് ഈ സിനിമാ തിയേറ്ററിൻ്റെ അകത്ത് ജയറാമും പാർവതിയും കൂടിയും സിനിമ കാണുന്ന സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസിൽ തിയേറ്ററിൽ ഇട്ടിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞാൽ വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കുഞ്ചാക്കോൻ്റെ സിനിമയിലെ പ്രേം നസീറും ഷീല അഭിനയിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലാണ് നമ്മൾ അതിലിട്ട് കാണിച്ചത്. ആ പാട്ട് നമ്മൾ വീണ്ടും ഇത് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സിനിമയിൽ ഇത് ചെയ്തു. എന്നിട്ട് ജയറാമും പാർവതിയും പാടുന്നതായിട്ട് നമ്മൾ അതിൻ്റെ വിഷ്വൽസൊക്കെ അതിലേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് ഓർക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത്, ഞാൻ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഡിറ്റിംഗിന് വേണ്ടിയിട്ട് എഡിറ്ററെ കൂടെ നിന്നിട്ട്, അന്നത്തെ കാലത്ത് ഇന്നത്തെ ഡിജിറ്റൽ എഡിറ്റിംഗ് അല്ലല്ലോ, ഈ ഫിലിം വെട്ടി ഒട്ടിക്കുന്ന പരിപാടിയാണ്. ആ വെട്ടി ഒട്ടിക്കാനൊക്കെ ഞാൻ ഈ എഡിറ്ററെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ, പിന്നെ മൂവിയോള എന്ന് പറഞ്ഞ മെഷീൻ ഓടിച്ചിട്ടാണ് അതിൻ്റെ അകത്താണ് ഈ
സിനിമകൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാണുന്നത്. ഈ മൂവികൾ കണ്ടിട്ട് അതിൽ മാർക്ക് ചെയ്യുക. ഫിലിമിൽ ഒരു പെൻസിലുണ്ട്, മാർക്കർ പെൻസിലുണ്ട്, അത് വെച്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് അത് ടേബിളിലിട്ടിട്ട് എഡിറ്റർ കട്ട് ചെയ്തിട്ടാണ്, അത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഫിലിമിൽ നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ വെള്ളത്താമര എന്നുള്ളതിൻ്റെ റഷസ് അങ്ങനെ കൊണ്ടുവന്നു. ഇത് മദ്രാസിൽ അയച്ചിട്ട് എഡിറ്ററോട് കുറച്ച് ഷോർട്സ് എനിക്ക് പടത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് എഡിറ്റർ അത് എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തയച്ചു. ഈ ഒറിജിനൽ ഇത് പ്രേം നസീറും ഷീല അഭിനയിച്ചത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ചിത്രാഞ്ജലി ഇതിലാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോൻ്റെ അകത്ത് ഒരു പ്രിവ്യൂ തിയേറ്റർ ഉണ്ട്. ആ പ്രിവ്യൂ തിയേറ്ററിൻ്റെ അകത്താണ് ഷൂട്ടിങ്. ജയറാം പാർവതി മാത്രമേ ഉള്ളൂ. ഇത് സ്ക്രീൻ ചെയ്യണം. ബാക്കിൽ ജയറാമും പാർവതി ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പിന്നെ അപ്പം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമും പാർവതിയും സ്ക്രീനിൽ അവരെ തന്നെ കാണണം എന്നുള്ളൊരു ഐഡിയ തോന്നി. അത് അന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്. ജയറാമും പാർവതിയും അവരെ തന്നെ കാണുക. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ പാട്ട് ഞാൻ നേരത്തെ കോഴിക്കോട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ പോർഷൻസ് ഷൂട്ട് ചെയ്ത്. പക്ഷേ ആ ഫ്രെയിംസ് അല്ലെങ്കിൽ ആ വിഷ്വൽസ് നമുക്ക് എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് സ്ക്രീനിൽ കാണിക്കാൻ എഡിറ്റർ അയച്ചിട്ടില്ല. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഷൂട്ടിങ്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ പറഞ്ഞു, നമുക്കിത് ഒന്ന് കാണിക്കണത് ഇപ്പോൾ മദ്രാസിൽ കൊടുത്തിട്ട് ചെയ്ത് വരുത്താൻ പറ്റില്ല. അപ്പോൾ ട്രിവാൻഡ്രത്തെ എഡിറ്റർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എഡിറ്റേഴ്സിനെ നോക്കുമ്പോൾ ആരും ഒന്ന് അവൈലബിൾ അല്ല, ഫ്രീ അല്ല. അപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അയാളെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു എഡിറ്റിംഗ് ടേബിൾ ചിത്രാഞ്ജലി എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര റിസ്ക്കാണ്. ഒന്ന് ആലോചിക്കുക, ജയറാമിൻ്റെ ഷോട്ട് കൊടുക്കണം, പ്രേം നസീർ അഭിനയിച്ച ഷോട്ട് ഇത് വെട്ടി ഒട്ടിച്ചിട്ട്, പക്ഷേ ഓഡിയോ കറക്റ്റായിട്ട് സിങ്കായി വരികയും വേണം. അപ്പം ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ അത് പുതിയ ജനറേഷനൊന്നും മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ പണ്ട് ഫിലിമിൽ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കണ്ടു കാണും ചിലപ്പോൾ, ഫിലിമിൻ്റെ സൈഡിലാണ് ഈ സൗണ്ട് ട്രാക്ക് ഉള്ളത്. ഈ സൗണ്ട് ട്രാക്ക് ഇങ്ങനെ ലൈൻ മാതിരി ഇങ്ങനെ കാണാം. അത് പഴയ ഫിലിം കട്ടിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുതിയ പിള്ളേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സൗണ്ട് ട്രാക്ക് അതിലാണ് ഈ സൗണ്ട് കേൾക്കുക. അതിൻ്റെ ഒരു ലൈറ്റുണ്ട്, അതിലിങ്ങനെ അടിക്കുമ്പോഴാണ് ആ സൗണ്ട് വരിക. പിക്ചർ പ്രൊജക്റ്റിലൂടെ ഓടും. അപ്പോൾ ഈ പ്രൊജക്ടറിൽ ഇങ്ങനെ ക്യാനിൽ ഇങ്ങനെ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പിക്ചറും സൗണ്ടും കൂടി സിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ 19 ഫ്രെയിംസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് അന്നൊരു സെക്കൻഡിൽ 24 ഫ്രെയിംസാണ് ഫിലിമിൽ ഈ പ്രൊജക്റ്റിൽ ഓടുക. ആ 24 ഫ്രെയിംസ് ഓടുമ്പോഴാണ് നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് സിനിമ ഇങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ അന്ന് നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴൊക്കെ നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോൾ ഇത്ര സെക്കൻഡ് എന്നൊക്കെ അല്ലേ ഷോർട്ട് ലെങ്ത് പറയാം. അന്ന് അങ്ങനെയല്ല. അന്ന് ഫുട്ടേജാണ് പറയാം, 1 അടി 2 അടി 1.5 അടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 1 അടി എന്ന് പറഞ്ഞാൽ അന്ന് 16 ഫ്രെയിംസാണ്. 1.5 അടിയാണ് ശരിക്കും 24 ഫ്രെയിംസ് എന്നുള്ള ആ ഒരു ലെങ്ത്ത്. അപ്പോൾ ഈ ഫിലിമിൽ പിക്ചറും സൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഫ്രെയിംസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് പിക്ചറിന് മുമ്പ് 19 ഫ്രെയിം മുമ്പ് സൗണ്ട് വെച്ചാൽ മാത്രമേ ഈ ഫ്രെയിമിലേക്ക് കറക്റ്റ് സൗണ്ട് വരുള്ളൂ എന്നുള്ളത്, ലിപ്പ് സിങ്ക് ആവുള്ളൂ എന്നുള്ളതാണ്. അത് എഡിറ്ററൊക്കെ അന്ന് അങ്ങനെയാണ്, അങ്ങനെ സൗണ്ട് കയറ്റി വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യുക. എഡിറ്റർ സ്ഥിരം ചെയ്ത് ഇത് ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇത് അങ്ങനെ ഓരോ ഫ്രെയിമും ഓരോ ഷോട്ട് കൊടുത്തിട്ട് ഈ 19 ഫ്രെയിമിൽ മേലെ സൗണ്ട് വെച്ച് അത് ഈ ഇത് വെച്ചിട്ട് ഒട്ടിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഒരു പരീക്ഷണം. ഇവരൊക്കെ വരുന്നത് ജയറാമൊക്കെ വരുന്നതിന് മുമ്പ് പ്രൊജക്റ്റ് ചെയ്ത് നോക്കി. ഞാനിവിടെ ക്യാമറാമാനൊക്കെ ഉണ്ട്, കറക്റ്റ് സിങ്കായിട്ട് വന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഇത് വേണമെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാലോ എന്നുള്ളൊരു, കാരണം അതൊരു പഠനമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ടെക്നിക്കലി നമുക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇന്നിപ്പോൾ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ പിള്ളേർക്ക് മനസ്സിലാവണമെന്ന് പോലും ഇല്ല, പുതിയ ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട്, ഞാനും സാലും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത്. അപ്പോൾ ജയറാം തന്നെ വന്നിട്ട് കണ്ടപ്പോൾ പ്രേം നസീറിൻ്റെയും ഷീലയുടെയും ഷോട്ട് വരും. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയറാമിൻ്റെയും പാർവതിയുടെയും ഷോട്ട് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രേം നസീറിൻ്റെയും ഷീലയുടെയും ഷോട്ടുകൾ വരും. ഇവരത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഒരു അനുഭവം കൂടി എനിക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ പഴയ കാലത്ത് അന്നത്തെ ടെക്നോളജി ഇന്നത്തെ ടെക്നോളജിയും തമ്മിലുള്ള വലിയ വ്യത്യാസവും അന്നത്തെ ഫിലിം മേക്കിംഗ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ. അതിനനുസരിച്ച് ആസ്വാദന രീതിയും മാറിയിട്ടുണ്ട്. ഇപ്പം ഇന്നും ഈ പ്രാദേശിക വാർത്തകൾ കാണുമ്പോൾ അതിൻ്റെ കോമഡിയൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും കഥയുടെ എസൻസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത് എങ്ങനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യത്തിൽ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ ആർട്ടിസ്റ്റുകൾ, നമ്മൾ അതും കൂടി പറയാണ്ട് നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സായിരുന്നു അന്ന് നമുക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അത്തരം സിനിമകളും അത്തരം കോമഡികളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചതും അത്തരം സിനിമകൾ ഉണ്ടായതും ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയണ ഈ വി പി ഇടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജയറാം തൊട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പറയണമെങ്കിൽ ഇന്നസെൻറ്റ്, ജഗതി, പപ്പു ഏട്ടൻ, ഒടുവിലുണ്ണി കൃഷ്ണൻ, ശങ്കരാടിച്ചേട്ടൻ, ജനാർദ്ദനൻ ചേട്ടൻ, അതുപോലെ സി ഐ പോൾ, ഇങ്ങനെ എല്ലാവരും, പിന്നെ സിദ്ദീഖിൻ്റെയൊക്കെ തുടക്കകാലമാണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ. പ്രാദേശിക വാർത്തകളൊക്കെ സിദ്ദീഖൊന്നും വലിയ സ്റ്റാർ ആവണതിന് മുമ്പ് ചെറിയ വേഷങ്ങളിലൂടെ വന്ന ആൾക്കാരാണ്. പിന്നെ ഫിലോമിന ചേച്ചി ഓഫ് കോഴ്സ് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ലളിത ചേച്ചി, അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നും ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ജനറേഷനിൽ എല്ലാവരും പറയണം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു വലിയ നിര അന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചോയ്സായിരുന്നു, ഈ ക്യാരക്ടർ ഇന്നയാൾ ചെയ്യും, ഈ ക്യാരക്ടർ ഇന്നയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ പടങ്ങളിലും ഇവരുണ്ടാവുകയും ചെയ്യും. കാരണം ഇവരെങ്ങനെയെങ്കിലൊക്കെ ഓടി എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ മാമുക്കോയുടെ പേര് വിട്ടുപോയി. പ്രത്യേകിച്ചും കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ മാമുക്കോയെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിലൊക്കെ തന്നെ അങ്ങനെ എത്രയോ ആക്ടേഴ്സ് നമുക്ക് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായി എന്നുള്ളതാണ് പ്രാദേശിക വാർത്തകൾ. പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ ആഡ് ഓൺ ആണ്. പെരുവണ്ണാമത്തെ വിശേഷങ്ങളിലാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും പ്രണയം തുടങ്ങുന്നത്. ആ പ്രണയം കഴിഞ്ഞിട്ട് വീണ്ടും ഇമ്മീഡിയറ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന പടമാണ് ഞങ്ങളുടെ പടമാണ് പ്രാദേശിക വാർത്തകളുടെ സെയിം ജോഡി. ഈ സെറ്റിൽ ഇവരുടെ പ്രണയം ഇങ്ങനെ നമുക്ക് വലിയ തലവേദനയായിരുന്നു. ഏത് നേരം നോക്കിയാലും ഇവരുടെ പ്രേമമാണ്. എപ്പോഴും ഞങ്ങൾ ഞാനിടക്കിടക്ക് ജയറാമിൻ്റെ അടുത്ത് ചൂടാവും ചെയ്യും, ജയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഈ പ്രേമം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നുണ്ട്. ആ പ്രേമം ഡെവലപ്പ് ചെയ്തൊരു സിനിമ കൂടിയാണ്. ഇവരുടെ പ്രണയത്തിൻ്റെ രണ്ടാം ഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ശുഭയാത്ര എന്ന് പറയുന്ന പട സമയത്ത് അതിൻ്റെ മൂന്നാം ഘട്ടമാണ്. അതിനുശേഷമാണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർമ്മകൾ കൂടി ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് സത്യം.